ഷെയ്ന് പേഴ്സണലി ഈ പറഞ്ഞ റൊമാൻസ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയുണ്ട്. ഇഷ്യൂസ്, കുറെ കോൺട്രവേഴ്സീസ് ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 15-16 കട്ടുകളാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ സെൻസർഷിപ്പ് അവിടെ നിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, പടം റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും കട്ട്സ് പറഞ്ഞു. നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെയാണ് അതിനൊരു ലീഗൽ ബാറ്റിലിന് തയ്യാറെടുത്തതും. ഈ കല എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഒരുപാട് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതൊരു എക്സ്പ്രഷൻ അല്ലേ, അവരവർക്ക് തോന്നണല്ലേ, അല്ലെങ്കിൽ അവരവർക്ക് ഫീൽ ചെയ്തതല്ലേ പറയണ്ടേ എന്നുള്ളൊരു സംഭവം ആണ്. സ്പെഷ്യൽ എടുത്ത് പറയണം, ഡാൻസ്. വാട്ട് ഇസ് ദാറ്റ്? നമ്മൾ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടേ ഹേ പെണ്ണയിലാണ് ആ ഒരു ഹുക്ക് സ്റ്റെപ്പ്, ആ കാല് വെച്ച് ചെയ്യുന്ന ഹുക്ക് സ്റ്റെപ്പാണ് ടഫായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കൊറിയോഗ്രാഫി ചെയ്തത് സാൻഡി മാസ്റ്റർ എന്ന് വെച്ചാൽ നല്ല പാടുള്ളതാണ്. ഈവൻ ജാലക്കാരിയാണെങ്കിലും നീലനിലും എളുപ്പമുള്ള സ്റ്റെപ്പായിട്ട് എല്ലാവരും ഇത് റീക്രിയേറ്റ് ചെയ്തിരുന്നു. ഇത് പാടുള്ള സ്റ്റെപ്പും കൂടെ ആയിരുന്നു. ഇന്ത്യയിൽ എവിടെയും നമുക്ക് ചെല്ലുമ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ആക്ടർ എന്നാണ് ഫസ്റ്റ് പറയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം മൂവിയാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റ് മൂവി. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്ന, പറയാതെ പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് ഹാൽ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എത്ര പെടുന്ന ഹാല് സിനിമ ആണ്. എനിക്ക് മാത്രമല്ല, കുറേ വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് ഇതിൻ്റെ ആരാധകരുണ്ട്. മാത്രമല്ല ഇതിൽ അഭിനയിച്ച് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ഷെയ്ൻ ഉണ്ട് ആൻഡ് സാക്ഷി ഉണ്ട്. വെൽക്കം ടു ക്ലബ് എഫ് ഗൈസ്. എന്തൊക്കെയുണ്ട് ഈ ഒരു ഹാല്? നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഹാൽ എന്താ? ഹാല് തന്നെയാണ് നമ്മുടെ കറണ്ട് ഹാൽ. ഓക്കെ സാക്ഷി. The promotions are getting very tiring, but otherwise good, all good. ശരി, ഓക്കെ. ഞാൻ ആദ്യം തന്നെ ഒരു കമൻറ്റിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഒരു കമൻറ്റ് ഉള്ളത് ഷെയ്നിനെ പറ്റിയിട്ടുള്ളൊരു കമൻറ്റാണ് യൂട്യൂബിന് അണ്ടറിൽ വന്നത്. ഷെയ്ൻ്റെ റൊമാൻസ് കാണാൻ ഒരു പ്രത്യേക രസമാണെന്ന്. ഇത് ഒരു കമൻ്റ് അല്ല, എത്ര പേരാണ് ഈ സെയിം കമൻറ്റ് ഇട്ടേക്കണേന്ന് അറിയോ? എന്താണ് ഇവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു മറുപടി? റൊമാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അവരോടെല്ലാം പേഴ്സണലി താങ്ക്സ് പറയുന്നു. അതിന് പ്രത്യേകിച്ചൊരു മറുപടിയൊന്നുമില്ല. ബേസിക്കലി കഥയും ആ സിറ്റുവേഷനും ആ കഥാപാത്രത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുമ്പോൾ സംഭവിക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. അത് നല്ല കഥയും നല്ല ഡയറക്ടേഴ്സും എല്ലാം കൂടെ വരുന്ന ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ്റെ എൻഡ് റിസൾട്ടാണത്. ഷെയ്ന് പേഴ്സണലി ഈ പറഞ്ഞ റൊമാൻസ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ പേഴ്സണലി ഇൻട്രസ്റ്റ് എന്നുള്ളതല്ല, ബേസിക്കലി എല്ലാ വ്യക്തികളുടെയും ഒരു സായായ അനുഭവം അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൂട്ടിൽ നമ്മൾക്ക് എല്ലാവർക്കും ശരിക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയാണ്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ബേസിക്കലി അതിനു വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് തന്നെ. ആ ബേസിക് ഇമോഷൻ പോർട്രേ ചെയ്യാൻ പറ്റുന്നതാണല്ലോ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അടിപൊളിയായിട്ട് പറഞ്ഞു. ആൻഡ് സാക്ഷി ആണെങ്കിൽ ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് എത്രാമത്തെ സിനിമയായിരുന്നു? 5th or 6th ആണോ? This is my fourth film. This is my first Malayalam film. Yeah, first Malayalam film. How was your experience doing your first Malayalam film? And that is also with Shane. Yeah, actually I took up this project because I have heard a lot about him as an artist. Okay. It was actually a very good experience. The entire film was shot in a span of 3 months actually. Okay. So, and mostly in Calicut. It's a beautiful place to live. Whole and whole, this is my first love story also. അത് ശരി. Yeah, this is my first love പറ്റിയ story. ആളുടെ കൂടെയാണ് ആദ്യത്തെ ലവ് സ്റ്റോറി. So it was actually a very amazing experience. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും ബേസിക്കലി ഇപ്പോൾ നമ്മളെല്ലാവരും നോക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ കുറേ നാളായി വി ഹവ് ബിൻ വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി ടു കം ഔട്ട് ആൻഡ് ഫൈനലി ഇറ്റ്സ് ഗെറ്റിംഗ് റിലീസ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഇതിനൊരു പ്രോബ്ലം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ കുറേ ഇഷ്യൂസ്, കുറേ കോൺട്രവേഴ്സീസ് ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻസർഷിപ്പ് ഇഷ്യൂസ്. ആൻഡ് എനിക്ക് തോന്നുന്നു 15-16 കട്ടുകളാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞേക്കണത്. എന്താണ് വാട്ട് റിയലി ഹാപ്പൻഡ്? അല്ല, ശരിക്കും പറഞ്ഞാൽ ഏപ്രിലിൽ റിലീസ് പ്ലാൻ ചെയ്തു. പക്ഷെ ആ സമയത്ത് നമുക്ക് കുറച്ച് സോങ്സ് തീർക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരു 2 സോങ് തീർക്കാൻ പറ്റിയില്ലായിരുന്നു. വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബൾട്ടിയുടെ റിലീസ് ഡേറ്റിനോട് ഒരു 2 ആഴ്ച മുന്നേ ഒക്കെ നമ്മൾ പിന്നെയും ഒന്നും കൂടെ കൺഫേം ചെയ്തു. ആ സമയത്ത് സെൻസറിന് അയച്ചത്. അവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യം കിട്ടിയെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഒരാഴ്ചയൊന്നുമായിട്ട് നമുക്ക് പേപ്പർ കിട്ടുന്നില്ല. പിന്നെയാണ് നമ്മൾ അറിയുന്നത് എന്തോ ഒരു സെൻട്രൽ സെൻസർഷിപ്പ് അവിടെ നിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, പടം റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും കട്ട്സ് പറഞ്ഞു. പിന്നെ നമ്മുടെ ടീം, നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെയാണ് അതിനൊരു ലീഗൽ ബാറ്റിലിന് തയ്യാറെടുത്തതും. അവസാനം നമുക്ക്
നമ്മൾ അതെ ജയിച്ചു എന്നുള്ളതല്ല. ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിന് ഒരിക്കലും ഒരു ബാഡ് മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഉറപ്പായിട്ടും ഇതൊരു ഗുഡ് മെസ്സേജ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്തിന് കട്ട് ചെയ്തു എന്നുള്ളത് അതെനിക്കറിയില്ല. അതൊരു വലിയ വലിയ ആൾക്കാരുടെ തീരുമാനങ്ങളാണ്. നമുക്കൊരിക്കലും കുറച്ച് പറയാനോ അല്ലെങ്കിൽ മോശമായിട്ട് പറയാനോ പാടില്ല. എല്ലാം അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ കാലങ്ങളായിട്ട് നമ്മളുടെ പടങ്ങളല്ലേ എല്ലാ സിനിമകളും ഇതുവരെ സെൻസർ ചെയ്ത് തന്നിരിക്കുന്ന വലിയൊരു സ്ഥാപനമാണ്. അപ്പോൾ അവരൊന്നും നമ്മൾ കുറച്ച് പറയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാട്ടിന്റെ കാര്യം ഞാൻ കേട്ട്, നിലപാട് എന്ന് പറഞ്ഞിട്ട് ഷെയ്ൻ തന്നെ പാടിക്കുന്ന പാട്ടാണ്. അത് ആക്ച്വലി ഭയങ്കര ഹിറ്റാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പാടം കേൾക്കാം. പക്ഷെ ഈ പാട്ടിലും ആദ്യം തന്നെ ഏകദേശം 20ഓളം വരികൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം കേട്ട്. അതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായത്. പടത്തിൻ്റെ ഒരുപാട് കട്ട്സ് പറഞ്ഞു, പക്ഷെ അതിന് എന്താണ് കാര്യങ്ങൾ അതെല്ലാം ഓക്കെ. പക്ഷെ നമ്മൾ ഈ പാട്ടിൻ്റെ വരികൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഇന്നത്തെ സമൂഹത്തിനൊരു മെസ്സേജുള്ള ഒരു പാട്ടുമാണ്. അതിനോടൊപ്പം തന്നെ പടത്തിലെ കഥാപാത്രം കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് അയാൾ റിയൽ ലൈഫിൽ ആ പടത്തിൽ അയാൾ റാപ്പറാണ് ക്യാരക്ടർ. ഹാസ്ബി എന്ന് പറഞ്ഞ റാപ്പറാണ്. അതായത് അപ്കമിങ് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്വന്തമായിട്ടുള്ള അങ്ങനെ ഒരു ഏൺ ചെയ്യുന്ന ആളല്ല, പൈസ ഉണ്ടാക്കുന്നില്ല അതിൽ നിന്ന്. പക്ഷെ അങ്ങനെ ഒരു പാഷൻ കൊണ്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു റാപ്പർ അയാളുടെ ലൈഫിൽ ഒരു ചെറിയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇയാൾ ഉണ്ടാക്കുന്ന ഒരു പേഴ്സണൽ എക്സ്പ്രഷനാണ്. പടത്തിലെ കഥാപാത്രത്തിന്റെ എക്സ്പ്രഷനാണ്, നിലപാടാണ് അത്. അതിലെ വരികൾ നല്ല വരികളാണ്. ആ പടത്തിലെ കഥാപാത്രം പറയേണ്ട വരികളാണ്. അത് ഇന്ന് സൊസൈറ്റിക്കും ആവശ്യമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിലെ ഒരുപാട് വരികൾ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതിന്റെ വരി എഴുതിയത് ബിൻസ് എന്ന് പറഞ്ഞൊരു റാപ്പറാണ്. അവൻ ഒരുപാട് വിഷമിച്ചിട്ടാണ് തിരുത്തി വരികൾ എഴുതി തന്നത്. എന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യണ സമയത്ത് അവനെ വീഡിയോ കോൾ ചെയ്തപ്പം പറഞ്ഞു എനിക്കിത് കാണണ്ടെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഞാൻ ഈ കല എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഒരുപാട് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതൊരു എക്സ്പ്രഷൻ അല്ലേ. അതെല്ലാവർക്കും അവരവർക്ക് തോന്നണതല്ലേ, അല്ലെങ്കിൽ അവരവർക്ക് ഫീൽ ചെയ്തതല്ലേ പറയണ്ടേന്നുള്ളൊരു സംഭവം ആണ് എനിക്ക് ഉന്നയിക്കാനുള്ളൊരു കാര്യം. മനസ്സിലായി. അത് ഈ പാട്ടിൽ ഇത്രയും ലിറിക്സ് കട്ട്, എനിക്ക് തോന്നുന്ന പാട്ടിന് കറക്റ്റ് പേരുണ്ടായിരുന്നു, നിലപാട്. അതെ, പക്ഷെ അതിന്റെ മുഴുവൻ നിലപാടും കളഞ്ഞു എന്നുള്ളതാണ് ആ പാട്ട് തിരുത്തേണ്ടി വന്നപ്പോൾ. എന്നിട്ട് തിരുത്തിയത് അല്ലല്ലോ, പക്ഷെ ഇപ്പൊ നമ്മൾ തിരുത്തിയിട്ട് സബ്മിറ്റ് ചെയ്തു. അതായത് ഇങ്ങനെ തിരുത്തി സബ്മിറ്റ് ചെയ്താൽ നമുക്ക് സെൻസർ തരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓർത്തു ഓക്കെ പടം റിലീസ് ആവേണ്ടതാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പൊ നമ്മളത് അന്ന് തന്നെ ഞാൻ പോയി മൊത്തം പാട്ടും 20ഓളം വരി എന്ന് പറയുമ്പോൾ ആ പാട്ടിനകത്ത് ഒരു വരിയും ഇല്ല, ഒറിജിനൽ വരികളൊന്നുമില്ല, ഫുൾ മാറ്റി. ഇത് മാറ്റി കഴിഞ്ഞ് തിരിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെ ഈ ലീഗൽ പ്രശ്നങ്ങളിലോട്ടും കേസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയത്. പക്ഷെ നമുക്കിപ്പോൾ ഒറിജിനൽ സോങ് തന്നെ വെക്കാനുള്ള അനുമതി കിട്ടി എന്നുള്ളതാണ്. കോടതി നമുക്ക് തന്നു. ഒറിജിനലാണ്. അടിപൊളി. ആൻഡ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ വേറൊരു ഇമ്പോർട്ടൻസ് സാധനം എടുത്ത് നോക്കുകയാണെങ്കിൽ 1 2 3 7 പാട്ടുകളാണ് സിനിമയിലുള്ളത്. അത് ഓരോന്നും ഒന്നിനൊന്നും മിച്ചം അടിപൊളി പാട്ടുകളാണ്. സോ എന്താണ് ഈ ഒരു പാട്ടുകളിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സിനിമയിൽ തന്നെ 7 സോങ്സ് ഒരുമിച്ച് I think when it comes to love stories, though people can connect better if it's musically involved. For us, it is a story, but at the same time, we want people to enjoy it in a way which is youthful. We don't want it to look age old. Okay. So for us, it was a very beautiful way of expression. Okay. In a way that we included so many songs, and Nandagopan has done a very very amazing job with the music and even with the BGMs. He's really elevated all the scenes so beautifully. And I think now I understand that when you shoot a scene, it looks a certain way, and then when you add music to it, it takes it to another level. So I think music was one of the patented important things for us. And സോങ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എസ്പെഷ്യലി എടുത്ത് പറയണം ഡാൻസ്. വാട്ട് ഇസ് ദാറ്റ്? നമ്മൾ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടേ എന്തിപ്പോഴും സംബന്ധിച്ച് കുറച്ചൊരു സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയിൽ പോയി. അത്ര അടിപൊളിയായിട്ടാണ് ഡാൻസ് ചെയ്തേക്കണത്. ഇപ്പോൾ ഹേ പെണ്ണയിലാണ് ആ ഒരു ഹുക്ക് സ്റ്റെപ്പ്, കാല് വെച്ച് ചെയ്യുന്ന ഹുക്ക് സ്റ്റെപ്പാണ്, ടഫായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അത് കൊറിയോഗ്രാഫി ചെയ്തത് സാൻഡി മാസ്റ്ററാണ്. അപ്പോൾ ആദ്യം നീലനിലവയാണ് ഞങ്ങളുടെ ആദ്യത്തെ കോമ്പിനേഷൻ. അത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് വരുന്നത്, നല്ല രീതിയിൽ വൈറലും ആയിരുന്നു. അപ്പോൾ മാസ്റ്ററിന് എന്നെ അടുത്തൊരു, അതായത് ഒരു ഘട്ടം കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യണോ, നെക്സ്റ്റ് സ്റ്റേജ് ചെയ്യണം എന്ന് വെച്ചാൽ നല്ല പാടുള്ളതാണ്. അത് ചെയ്യാൻ തന്നെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ മെനക്കെട്ടിട്ട് അത് പക്ഷെ എങ്ങനെയൊക്കെ ചെയ്തെടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്
ആൾക്കാരിലേക്ക് ഒരുപാട് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. സത്യം. അപ്പോൾ ഡാൻസേഴ്സ് ആയിരിക്കും കൂടുതൽ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുമല്ലോ. ഇപ്പൊ ഇവൻ ജാലക്കാരിയാണെങ്കിലും നീലനിലയാണെങ്കിലും എളുപ്പമുള്ള സ്റ്റെപ്പായിട്ട് എല്ലാവരും ഇത് റീക്രിയേറ്റ് ചെയ്തിരുന്നു. ഇത് പാടുള്ള സ്റ്റെപ്പും കൂടെ എല്ലാവരും. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ തന്നെ എനിക്ക് ഡാൻസ് ഒന്നും ഞാൻ പഠിച്ചുള്ള, പക്ഷെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഞാൻ കളിക്കുന്നതൊക്കെ ജാലക്കാരിയും ഈ പറഞ്ഞ നീലനിലവൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് പണിയായിരുന്നു. അത് ഞാൻ തന്നെ നല്ല പണിയെടുത്തിട്ട് പഠിച്ചെടുത്തു. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഫൈനൽ? അതെനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഷൂട്ടിന്, ആ ഷോട്ട് എടുക്കണ ആ സോങ് എടുക്കുന്നതിന് മുന്നായിട്ട്. ഓക്കെ. അത് ഒരു ഹേപ്പണ്ണയുടെ സംഭവം. സാൻഡി മാസ്റ്റർ ആണ് കൊറിയോഗ്രാഫി. പക്ഷെ സാൻഡി മാസ്റ്റർ മാത്രമല്ല, നമുക്ക് ഇനിയും കൊറിയോഗ്രാഫേഴ്സ്. നമുക്ക് ഇതിൽ 7 പാട്ടുണ്ട്. നന്ദഗോപൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ട്യൂഷൻ മേറ്റ്സ് ആയിരുന്നു. അത് ശരി. അപ്പൊ അത് ഒരു കഥയുണ്ട്. ഞങ്ങള് 12ാം ക്ലാസ്സിൽ 11th and 12th ഞാൻ ജയൻ സാർ എന്ന് പറഞ്ഞ ട്യൂഷൻ ക്ലാസ്സിന് വരുന്നത്. അപ്പോഴാണ് അവനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് വലിയ പെരുന്നാളിന്റെ ഡബ്ബിങ് സമയത്ത് ഇവൻ ഡബ്ബിങ് എഞ്ചിനീയറാണ്. അപ്പോഴും നമ്മൾ ഒന്ന് കണക്ട് ആയി. പിന്നെ കുറെ നാൾ ശേഷം വേറൊരു പ്രോജക്റ്റ് ആയിട്ട് അവൻ വന്നു. പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല. അതിലൊരു പാട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഹാൽ സിനിമയ്ക്ക് മുമ്പ് വേറൊരു മ്യൂസിക് ഡയറക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരോട്ട് എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നിരാശയോടെ പറയാം, അയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ പാട്ടൊന്ന് കേട്ട് നോക്കി, ഒരു പുതിയൊരാളുണ്ട്, ശ്രമിച്ചു നോക്കാൻ പറ്റിയ ആളാ, ഭയങ്കര എന്തൂസിയാസ്റ്റ്, ഭയങ്കര പാഷനേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവര് കണക്റ്റായി. പിന്നെ അങ്ങനെയാണ് ഈ നന്ദഗോപൻ ഈ പിക്ചറിലേക്ക് വരുന്നത്. അവൻ ചെയ്തേക്കുന്ന 7 പാട്ടും 7 വ്യത്യസ്തമായ ഗാനങ്ങളാണ്. അതായത് റാപ്പുണ്ട്, ഹിജർ എന്ന് പറഞ്ഞ മെലഡി ഉണ്ട്, ഹേപ്പെണ്ണ എന്ന് പറഞ്ഞ ഒരു ഡാൻസ് നമ്പർ പോലെ ഉണ്ട്, ബാറക്കല്ല അതും ഒരു സെലിബ്രേഷൻ സോങ് ഉണ്ട്. അത് എല്ലാ തരം ജോണറും ഉള്ളൊരു പാട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. പല ജോണർ ഷിഫ്റ്റ് സത്യം പറഞ്ഞ ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കംപ്ലീറ്റ്ലി ഒരു ലവ് സ്റ്റോറി എന്ന് പറയാം. പക്ഷെ അതിന്റെ ഉള്ളിൽ തന്നെ അതായത് യൂത്ത്ഫുള്ളായ പരിപാടിയുണ്ട്, അതിൽ നിന്ന് ഒരു സീരിയസ് മൂഡിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഒരു മിക്സ് ചെയ്തിട്ടാ പോകുന്നത്. കല്യാണ ഹാലുണ്ട്. അതെ. അപ്പോൾ പിന്നെ പറഞ്ഞു വരുന്നത് 7 പാട്ടിൽ 4 പാട്ടും കൊറിയോഗ്രാഫ്ഡ് ആണ്. അതിലൊന്ന് ഹേപ്പെണ്ണെ സാൻഡി മാസ്റ്റർ ചെയ്തു. ഹിജർ എന്ന് പറഞ്ഞ പാട്ട് നമ്മുടെ അങ്കിത് തിവാരി ശക്തിശ്രീ പാടിയ ഹിജർ ചെയ്തത് ഷെരീഫ് മാസ്റ്റർ ആണ്. കല്യാണ ഹാൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, അതും ചെയ്തത് ഷെരീഫ് മാസ്റ്റർ ആണ്. പിന്നെ ഒരു പാട്ടുണ്ട്, അതിന്റെ വിഷ്വൽ ഇതുവരെ ഇറക്കിയിട്ടില്ല. അത് നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുകയാണ്, പടം ഇറങ്ങിയതിന് ശേഷം ഇടാൻ. സസ്പെൻസ് എന്നുള്ളതല്ല, അതൊരു സെലിബ്രേഷൻ ട്രാക്കാണ്. അതെനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിയതിന് കണ്ടതിന് ശേഷം ആ പാട്ട് കണ്ടാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റാൻ തോന്നുന്നു. അതൊരു പക്ക ഡാൻസ് നമ്പറാണ്, തെലുഗു സ്റ്റൈൽ പാട്ടാണ്, കളർഫുൾ ആണ്. അത് കുറച്ചും കൂടെ നല്ല എളുപ്പമുള്ള ഹുക്ക് സ്റ്റെപ്പാണ്, എല്ലാവർക്കും ചെയ്യാനും. അത് ചെയ്തത് ദിനേശ് മാസ്റ്റർ ആണ്. അതുപോലെ അങ്കിത് തിവാരിയുടെ കാര്യം പറയുമ്പോഴാണ് ആതിഫ് അസ്ലം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, പാട്ട് പാടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കുറെ പേര് ആ സമയത്ത് പെഹൽഗാം അറ്റാക്കും വന്നില്ലേ, നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടാണല്ലോ പാകിസ്ഥാനി സിംഗേഴ്സിനെ ബാൻ ചെയ്യുന്നത്. ഗവൺമെന്റ് ബാൻ ചെയ്തുകൊണ്ടാണ്. നമ്മളുടെ ഓൾറെഡി ആ സോങ് ഉണ്ട്, ബാൻ മാറിയ വേണേ ഇറക്കാം. അതുകൊണ്ട് നേരെ അങ്കിത് തിവാരിയിലേക്ക് പോയില്ലേ? അതെ അതെ അതെ. നമുക്കതൊരു ഹിന്ദി പാട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിംഗർ തന്നെ പാടണമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ, ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു എങ്ങനെയാ അവരെയൊക്കെ അപ്രോച്ച് ചെയ്ത്, എന്തുകൊണ്ടാണ് ഈ ഹിന്ദി സിംഗേഴ്സിലേക്ക് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വരായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം ഇവന് ഈ പാട്ട് അതൊരു വലിയൊരു, സത്യം പറഞ്ഞ നന്ദു ഞാനും മാത്രം എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാലും ശരിയാ. കാര്യം ഇവന് ഈ പാട്ടിന്റെ ഫസ്റ്റ് സ്ട്രക്ചർ അയച്ചു തരാം. ഹിജർ യുനോ Making of Hijr, he was sending a first version of it. He sang it in a gibberish Hindi. ജിബ്രിഷായ ഹിന്ദിയിൽ ഇവൻ പാടിയിട്ട് അയക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനി എങ്ങനെ മലയാളം വരി ഇടും? നന്ദു himself. Tune. So this tune will not work for a മലയാളം lyrics. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു ശ്രമം നടത്തി നോക്കാം, നമുക്കൊരു ഹിന്ദി പാട്ടാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ ബാക്കി ടീമും കൂടെ അപ്രൂവ് ചെയ്തതാണ്, ഒരു ശ്രമം. അതുപോലെ ഞാൻ ടീസർ കണ്ടു, നിങ്ങളിങ്ങനെ കൈ പിടിച്ചതും ഇങ്ങനെ കൈ സ്പ്ലിറ്റ് ആക്കുന്നതും കണ്ടപ്പോൾ നല്ല വിഷമായി. പക്ഷെ എനിക്കൊരു തട്ടത്തിമറയത്ത് വൈബ് ഇങ്ങനെ തട്ടത്തിമറയത്ത് വൈബ് നമ്മള് വേറെ അതിനൊരു റീസൺ ഉണ്ട്. യു റിമെമ്പർ വി യൂസ്ഡ് ടു ലിസൺ ടു ദാറ്റ് തട്ടത്തിമറയത്ത് സോങ് ഓൺലി ഫോർ ദ റെഫറൻസ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് പാട്ടായിരുന്നു? അല്ലല്ല സാഹിബ അല്ല, മറ്റേ ഒരു സാഡ് BGM ഉണ്ടല്ലോ, അത് അതിന്റെ ഒരു ലീഡ് ഉണ്ട്. അപ്പോ ആ സീനിനും, അതായത് ശരിക്കും പറഞ്ഞ ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ നിമിത്തങ്ങളാണ്. നമ്മൾ ആ സീൻ മഴയത്തെടുക്കാൻ വേണ്ടി ഇരുന്നതല്ല, മഴ പെയ്തതാണ്. നമ്മൾ ഒരു ദിവസം മൊത്തമായിട്ട് മഴ കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനപ്പോ ഉച്ചയ്ക്ക് മുതൽ പറയുന്നുണ്ട് നമുക്കിത് മഴയത്തെടുത്തൂടെ, ഇത്രയും സാഡ് ആയിട്ടുള്ള രംഗമല്ലേ.
അപ്പോൾ പറഞ്ഞത് എങ്ങനെ ശരിയാവും മറ്റേ കുറച്ച് അങ്ങനെ ഞാൻ പറഞ്ഞത് കുറേ നേരം അതിൻ്റെ പുഷ് ചെയ്തപ്പോഴത്തേക്കും ശരി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഓക്കെ അവരും പറഞ്ഞ് മഴയത്ത് എടുക്കാം, മഴ പെയ്താൽ നമ്മൾ ഒറിജിനൽ മഴ എടുക്കുന്നു, മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ടാങ്കറിൽ നമ്മൾ അടിക്കുന്നു. അങ്ങനെയാണ് അത് മഴ വന്നു. പിന്നെ ആ സമയത്ത് ഫുൾ ടൈം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ പാട്ടാണ്, ഈ മ്യൂസിക്കാണ്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് ഷൂട്ടിങ് ചെയ്തപ്പോൾ ആ ഒരു വൈബല്ലേ, അത് ആ പർദ്ദയും ബുർക്കയൊക്കെ ഇട്ട് ആ ഒരു മൂഡ് കിട്ടിയോണ്ടായിരിക്കാം. പിന്നെ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടല്ലോ. Well, Sakshi, tell me about your character. My character, she comes from a very conservative Christian family. Okay. And this is for the first time I experienced the Kerala Christian culture, which was very different from the Bombay Christian culture. Oh. Very very conservative, very religious family. Okay. And falling in love even out of her own community is a very big deal for her. But that's the entire story. I think when you want to portray something in a film, a film should, I think, show courage, right? It should, a community that comes together that only works on love. That is what the essence of Maria is. And I think the entire fight actually stands because Maria and Asif stand together. That is the whole, I think, the core of Maria. Okay. അടിപൊളി. ആൻഡ് ഇപ്പോൾ നമ്മൾ ഷെയ്നിൻ്റെ ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ മിക്ക സിനിമകളിലും ഒരു ക്യാരക്ടർ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിടക്കും നമ്മുടെ മനസ്സിൽ ചില ക്യാരക്ടേഴ്സൊക്കെ. ഇപ്പോൾ കുമ്പളങ്ങിയിലെ കാര്യം പറയണ്ടല്ലോ, പക്ഷെ എന്നാലും എനിക്ക് ചോദിക്കണം. അവിടെ എന്ത് പ്രഹസനോട് സജിയാണെങ്കിലും അതിലുള്ള ഓരോ ഡയലോഗുകളാണ്. കുമ്പളങ്ങി ഭയങ്കരമായിട്ട് നമുക്കൊരു ഇത്രയും നാച്ചുറലായിട്ടൊരു റോള് ചെയ്യാൻ പറ്റുമോ നമ്മളങ്ങനെ സംശയിച്ചൊരു സംഭവമാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനെപ്പറ്റി എന്താ പറയുക? സ്റ്റിൽ എനിക്ക് തോന്നുന്നു കുമ്പളങ്ങിയുടെ പേരിൽ സ്റ്റിൽ യു ഗെറ്റ് അപ്രിസിയേഷൻ. നമുക്ക് ഐഡന്റിറ്റി ആണല്ലോ. ഇന്ത്യയിൽ എവിടെയും നമുക്ക് ചെല്ലുമ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ആക്ടർ എന്നാണ് ഫസ്റ്റ് പറയുള്ളൂ. പിന്നെ ഇഷ്ക് പറയും, പിന്നെ ഭൂതകാലം പറയുമായിരിക്കും, RDX പറയുമായിരിക്കും. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ കുമ്പളങ്ങിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ആ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ആക്ടേഴ്സ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും 100% ഉള്ള ഒരു പടമായിരിക്കും. 100% ആണ് അത്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം മൂവിയാണ് അത്. ഇനി നമുക്ക് എനിക്ക് തന്നെ ആ സിനിമയിൽ ആ കഥാപാത്രം ഇനി ചെയ്യണമെന്ന് ഓർത്ത് എനിക്ക് തോന്നുന്നത് അത്ര ആ ഒരു നാച്ചുറാലിറ്റിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്ത ആർക്കും തന്നെ ഇനി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമ്മൾ പറയൂലേ ഭയങ്കരമായ കഷ്ടപ്പാടോ അങ്ങനെയൊന്നുമല്ല. 42 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് പറയാത്തക്ക ഭയങ്കരമായ സ്ട്രഗിളുകളോ കാര്യങ്ങളോ എൻ്റെ സൈഡ് എനിക്ക് തോന്നിയിട്ടില്ല ആ സിനിമ അങ്ങനെ ഉണ്ടായി. അതൊരു എന്താ പറയുക, ഒരു മഴ പെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പുഴ ഒഴുകുന്ന പോലെയോ ഒഴുകി വന്ന നമുക്ക് എല്ലാവർക്കും തന്ന ഒരു ഗിഫ്റ്റാണ് കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി അത് കാര്യം അതിൽ ഈ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ലിറ്റിൽ തിങ്സ് എന്ന് പറയണ പോലെ ചോറ് കഴിക്കുന്നതാണെങ്കിലും അതൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട്, പിന്നെ ഷർട്ടിൻ്റെ ഇത്ര ഇങ്ങനെ. പക്ഷെ അത് എല്ലാത്തിനും ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയുടെ കോർ എന്താണെന്ന് വെച്ചാൽ അതാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റ് മൂവി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്ന, പറയാതെ പറയുന്നൊരു സിനിമയാണത്. അതായത് അതിനു മുമ്പ് ഇവർക്ക് അവരുടെ വീട്ടിൽ ചെറുപ്പക്കാർ മാത്രം ഒരു ഹോസ്റ്റൽ പോലെ ഇല്ല, അങ്ങനെ ജീവിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ബഹളം, ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോക്കൺ ഫാമിലി ഇതായിട്ട് നിൽക്കുകയാണ്. അവിടെ ഇതേ പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കും അമ്മ ഇവരെ വിട്ടിട്ട് പോയേക്കണേ ഉണ്ടാവും. പക്ഷെ അവിടെ തിരിച്ച് സ്ത്രീകളാണ് വരുന്നത്. ആ സമയത്ത് അതെങ്ങനെ ഒരു കുടുംബമാകുന്നു എന്നുള്ളതാണ് ശരിക്കും ആ പടമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുക്കും ചിട്ടയൊക്കെ വന്നത് അത് അടുക്കും ചിട്ട മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീ എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന, അതായത് എന്താ പറയാ അങ്ങനെ അടിവരയിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു പടമാണ്. എൻ്റെ സാക്ഷിനോടാണ് ലൈക്ക് ഒരു ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് ഇപ്പം ഞാൻ ചോദിക്കുകയാണ് അവിടുത്തെ മുംബൈ ഫിലിംസും Kerala films tamil. What will be that? Actually, for me, working in films is the same everywhere. Like since I work in Telugu also, Tamil also, for me, I really don't think language is a very big barrier. So everywhere, of course, the culture and the people are different. Okay. I think Bollywood looks more into the aesthetics. In Malayalam it is more content based. It is more the strength lies in the character. Okay. And also Malayalam cinema works a lot on improv scenes, which is a big deal for me because I don't understand the language yet. Okay. I think that is the only difference. Otherwise everywhere art is the same. ഷെയ്ൻ തന്നെ പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എവിടെ ഒരു നോൺ സ്റ്റോപ്പ് ഫയർ ഉണ്ട് എന്നുള്ളത്. എവിടെയോ നോൺ സ്റ്റോപ്പ് ഫയർ ഉണ്ടാകുന്നല്ലേ. അതുകൊണ്ടാണല്ലോ
നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നമ്മളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഇപ്പം പുറത്തുനിന്നാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്ത് വിടണമെങ്കിൽ നമ്മളെല്ലാം പുറത്തുള്ള കാര്യങ്ങളിലായിരിക്കും ഡിപ്പെൻഡ് ആവുന്നത്. ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ, പുറത്തുള്ള ആൾക്കാർ എത്ര പേര് എന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട്, എത്ര പേര് എനിക്ക് ഇത് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴാണല്ലോ നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് നിന്ന് പോകുന്നത്. കാര്യം എല്ലായ്പ്പോഴും പുറം സെയിം ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോൺ സ്റ്റോപ്പ് എൻ്റെ ഉള്ളിൽ തന്നെയാണ്, അകത്തുനിന്ന് തന്നെയാണ് വരുന്നത്. സന്തോഷത്തിൽ ആ ഡേറ്റ് പറഞ്ഞോളൂ. ഡിസംബർ 25 ക്രിസ്മസിനാണ് സിനിമ റിലീസാവുന്നത്. ക്രിസ്മസ് ഹാല് വിത്ത് നമ്മുടെ ഹാല് അത്ര നമ്മൾ പൊളിക്കും. അതുപോലെ കുറച്ച് വേറൊരു കമന്റ് എന്താ, പണ്ടത്തെ ചാക്കോച്ചൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട് എന്നൊക്കെ, ആ ഒരു അതൊക്കെ കണ്ടായിരുന്ന. ഈ സിനിമ എനിക്ക് തോന്നുന്നത് അനിയത്തിപ്രാവിന് ശേഷമൊക്കെ വരുന്നൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ലവ് സ്റ്റോറി ആയിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് എന്നുള്ളതല്ല, അതായത് ഇപ്പം ഞാൻ മുമ്പ് ചെയ്ത പടങ്ങളിൽ ലവ് സ്റ്റോറി ഒരു ഭാഗമാണല്ലോ, അതുപോലെയല്ല ഇതൊരു കംപ്ലീറ്റ് ലവ് സ്റ്റോറിയാണ്. കിസ്മത്ത് മൂടൊക്കെ അങ്ങനെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ടേ? അല്ല, കിസ്മത്ത് എന്ന് പറഞ്ഞ എന്താ ഒരു സ്നേഹിച്ച രണ്ടുപേര് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നിടത്ത് തുടങ്ങുന്ന സിനിമയാണെങ്കിൽ ഇത് ഇവര് കണ്ടുമുട്ടുന്നതും സ്നേഹിക്കുന്നതും അതിനുശേഷം ഇവർ പോകുന്ന ഒരു എന്തായിരിക്കും വാട്ട് എവർ ആ ഒരു സോഷ്യൽ പ്രശ്നത്തിൽ ഇവർ പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ. ഇതിന് കൂടുതലും ലവ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനെയുള്ള സീനുകളായിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മളും, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മളും കുറേ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സിനിമ കാണാനായിട്ട്. ഇതിൽ സോങ്സ് കാണുമ്പോഴാണെങ്കിലും ടീസർ കണ്ടപ്പോഴാണെങ്കിലും വി ആർ സോ മച്ച് എക്സൈറ്റഡ് ടു വാച്ച് ദിസ് ഓൺ തിയേറ്റേഴ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി വിൽ ഓൾ വാച്ച്. ആൻഡ് ഇഫ് യു ഹാവ് സംതിങ് എൽസ് ടു സേ, പ്ലീസ്. Please watch our film Hal on 25th of December. We are finally releasing in theatres after a lot of obstacles, and thank you for the patience also, because the audience have been also tested along with us. They have also been given a lot of release dates. Yeah, release dates. So we were also expecting it's releasing now. It's not. So thank you so much for the patience, and please watch Hal, and we will all see you in theatres super soon. Thank you so much, Ritra. Thank you.